നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രയം എന്ന തുടർക്കഥയുടെ 9ാം ഭാഗം. നന്ദ നേരെ പോയത് ഭൂമിയെ സ്കൂളിൽ നിന്നും കൊണ്ടുവരാനാണ്. 4 മണിക്ക് ഭൂമി സ്കൂൾ വരാന്തയിൽ നന്ദയെ കാത്തു നിൽക്കുകയായിരുന്നു. ഭൂമിയെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വേണം എസ്റ്റേറ്റിൽ പോയി നന്ദയ്ക്ക് തൊഴിലാളികളുടെ കൂലി കൊടുക്കാൻ. സ്കൂളിൽ നിന്നും നന്ദയോടൊപ്പം ജീപ്പിൽ കയറിയ ഭൂമി പിറകിലിരുന്ന് കണ്ണാടിയിലൂടെ നന്ദയുടെ മുഖം ശ്രദ്ധിച്ചു. അതീവ സന്തോഷവാനായിരിക്കുന്ന നന്ദ ഭൂമിയെ അത്ഭുതപ്പെടുത്തി. മ്ലാനത കലർന്ന മുഖത്തോടെയാണ് അയാളെ ഭൂമി കൂടുതലും കണ്ടിട്ടുള്ളത്. പതിവിൽ നിന്നും വിപരീത ഭാവത്തിലിരുന്ന് ചുണ്ടിൽ ചെറു മന്ദഹാസത്തോടൊപ്പം മൂളിപ്പാടിയ പാട്ടും അവളെ വിസ്മയിപ്പിച്ചു. ചാച്ചൊന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്തുപറ്റി? കാരണം തിരക്കാതെ ഇരിക്കാൻ അവൾക്കായില്ല. പിറകിലിരുന്ന ഭൂമിയുടെ ചോദ്യത്തിന് നന്ദ ഉത്തരമായി വളരെ സന്തോഷം തോന്നുന്നു എന്നറിയിച്ചു. കാരണം അയാൾ പറഞ്ഞില്ല. ശിവകാമിയിൽ മാറ്റം തിരിച്ചറിഞ്ഞ നന്ദയ്ക്ക് സന്തോഷത്തിന്റെ സുഖകരമായ ആ വേളയിൽ ശിവകാമിയെ ജീവിതത്തോട് ചേർക്കാൻ ഒരുങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ സങ്കടത്തിലാക്കി. അയാളുടെ മുഖം പെട്ടെന്ന് ചുളിഞ്ഞു വികൃതമായി. ഭൂമി പിന്നെ അതൊന്നും ശ്രദ്ധിച്ചില്ല. പിറകിലേക്ക് മറയുന്ന കാഴ്ചകളിൽ അവൾ വ്യാപൃതയായി. വീട്ടിൽ നടക്കുവാൻ പോകുന്ന ദുരന്തങ്ങളോർത്ത് ഭൂമിക്ക് പെരുവരിൽ നിന്നും വിറയൽ അനുഭവപ്പെട്ടു തുടങ്ങി. അമ്മയും കസ്തൂരി അമ്മയും എന്തൊക്കെയാകും കാട്ടിക്കൂട്ടുക? അച്ഛന് ഈ പ്രായത്തിൽ ഇനിയുമൊരു വിവാഹം അനിവാര്യമാണ്. ചിന്തിച്ചു തീരുന്ന നിമിഷം വീടുമുറ്റത്തേക്ക് ജീപ്പ് കയറുമ്പോൾ അവിടെ വാസുകി മാമിയുടെ കാർ കിടപ്പുണ്ടായിരുന്നു. അതിനർത്ഥം അവിടെ വാസുകി മാമ മാത്രമല്ല, ചെല്ലമ്മാളും വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ആശ്രീ തന്നെ കണ്ടാൽ ഒരിക്കലും നല്ല വാക്ക് പറയാറില്ല. വേദനിപ്പിച്ചു വിടും. ക്രൂരതയുടെ മറ്റൊരു മുഖംമൂടിയാണ് അവർക്ക്. അകത്തേക്ക് കയറുമ്പോൾ മേശപ്പുറത്ത് ചൂടാറി തുടങ്ങുന്ന ചായ ഉണ്ടായിരുന്നു. അതിനരികിൽ വാസുകി മാമിയും ചെല്ലമ്മാളും അച്ഛനും കസേരയിൽ നിന്ന് സംസാരിക്കുന്നു. ഭൂമിമോള് വന്നോ? വാത്സല്യത്തോടെ വാസുകി മാമി എഴുന്നേറ്റ് വന്ന് തലോടി. മാമിക്ക് കുട്ടികളില്ലായിരുന്നു. അതുകൊണ്ട് ഭൂമിയോട് വളരെയേറെ സ്നേഹവും വാത്സല്യവും ഏറെയുണ്ടായിരുന്നു. വാസുകി മാമിക്ക് പിറകിൽ വട്ടക്കണ്ണിട്ട് നിൽക്കുന്ന ചെല്ലമ്മാളിന്റെ നരച്ച പുരികക്കടിയിലേക്ക് ഭൂമിയുടെ കണ്ണു പാഞ്ഞു. അവര് അടുത്തേക്ക് വന്ന് അടിമുടി നോക്കി ഭൂമിയോട് പറഞ്ഞു, നീ പിന്നെ ചീർക്കയാളോട് കൊച്ചേ? മനസ്സ് മരവിച്ചുപോയി. ചെല്ലമ്മാളിന്റെ ആ ചോദ്യത്തിൽ ഭൂമിയുടെ മനസ്സ് മരവിച്ച കണക്കാക്കിപ്പോയി. തന്റെ ശരീരത്തെക്കുറിച്ചു പരിഹാസത്തോടെ പ്രസ്താവന നടത്തുന്നത് ഭൂമിക്ക് അങ്ങേയറ്റം വിങ്ങലുള്ള കാര്യമാണ്. അടരാൻ വെമ്പിയ കണ്ണുനീർത്തുള്ളികളെ മറച്ചു പിടിച്ച് ഭൂമി മുറിയിലേക്ക് ചെന്നു. എന്തോ ആലോചിച്ചു വന്ന നന്ദയോട് രത്നാകർ തോട്ടത്തിൽ പോയി കൊടുക്കേണ്ട കൂലി നൽകി യാത്രയാക്കുകയായിരുന്നു. മുറിയിലെത്തിയ ഭൂമി അടുക്കളയിലെ ശബ്ദം ശ്രദ്ധിച്ചു. ചെല്ലമ്മാളിനെ എല്ലാവർക്കും പേടിയാണ്. അവർ വരുമ്പോൾ അമ്മയും കസ്തൂരി അമ്മയും പൂച്ചയെ പോലെയാവും. അവർ അടുക്കളയിൽ ഇരുന്ന് അടക്കം പറയുന്നത് ഭൂമി നേരെ കണ്ടു. ചായക്കായി അവൾ അടുക്കളയിലേക്ക് ചെന്നു. നീ വന്നോ? ചണ്ഡിക ചോദിച്ചു. ചായ കയ്യിൽ കൊടുത്ത് തിരികെ മടങ്ങും സമയം അമ്മയോടും അവളൊന്നും മൊഴിഞ്ഞില്ല. നന്ദ താഴെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് താഴേക്ക് നോക്കി ഭൂമി നിന്നു. അപ്പോൾ ത്രയം എന്ന തുടർക്കഥയുടെ 9ാം ഭാഗം ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും കഥയുടെ ഈ പാട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.